മോളെ എന്താ പറ്റിയേ? ഒന്നുമില്ല അലീച്ച, എന്താന്നറിയില്ല, ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. എന്റെ കൈ തട്ടി താഴെ വീണതാ. വീണ് പൊട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതെങ്ങനെയാ? കണ്ണ് കാണില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. ഇതങ്ങനെയല്ലല്ലോ. ഇതിപ്പോ എത്രാമത്തെ സാധനം നീ പൊട്ടിക്കുന്നേന്നറിയോ? ഇതിൽ ഒന്നും രണ്ട് വിലയൊന്നും അല്ല. പ്രിയ മതി, അതൊരു ഗ്ലാസ് അല്ലേ. ആ പൊട്ടിയതിന് വരെ എത്ര വേണോ ഞാൻ മേടിച്ചു തരാം. നീ ഒന്ന് വാ അടിച്ച് മിണ്ടാണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നോണ്ടാ ഇവൾക്ക് ഇത്ര അഹങ്കാരം. ഇവളെ കൊണ്ട് എന്തെങ്കിലും ഈ വീടിനൊരു ഉപകാരം ഉണ്ടോ? കണ്ണ് കാണായിരുന്നെങ്കിൽ ജോലിക്കെങ്കിലും പോയി എന്തെങ്കിലും കൊണ്ടുവരുമെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇത് അതുമില്ല. പ്രിയെ, എന്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ടേ, നീ പോ. അല്ലേലും ഞാൻ പോവാ. വല്യച്ഛന് മോള് എന്താന്ന് വെച്ചാ ആയിക്കോ. അയ്യേ, വല്യച്ഛന്റെ മോൾക്ക് അറിയാ? മോൾക്ക് മോളുടെ വല്യമ്മ അറിയാന്നുള്ളതല്ലേ? അവള് പണ്ടേ ഇങ്ങനെ. മോളൊന്നും കാര്യമൊക്കെ ഉണ്ട്. മോൾക്ക് വല്യച്ഛനില്ലേ? എനിക്ക് വല്യമ്മയോട് ഒരു ദേഷ്യമില്ല വല്യച്ഛ. എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം. എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബാധ്യതയാവില്ലായിരുന്നു. ഒരു ജോലി വാങ്ങിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പോയേനെ. മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? നീ ദൂരോട്ടൊക്കെ പോയാ പിന്നെ ഈ വല്യച്ഛൻ ആരാ ഉള്ളേ? അയ്യോ, അങ്ങനല്ല വല്യച്ഛ. എനിക്ക് വല്യച്ഛനെ വിട്ട് പോണമെന്നില്ല. പക്ഷേ ഇതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, നല്ലൊരു ജോലി വാങ്ങിച്ച് പുറത്തോട്ട് പോകാൻ. മോളുടെ ആഗ്രഹമൊക്കെ വല്യച്ഛൻ അറിയില്ലേ? മോൾക്കൊരു ഡോണറിനെ ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും വല്യച്ഛൻ കണ്ടുപിടിക്കും. എന്തായാലും ദൈവം മോളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. എന്താണ് വല്യച്ഛനും മോളും കൂടെ എന്നെ കൂട്ടാതൊരു ഗൂഢാലോചന? എടി കാന്താരി, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഒരു 10-20 വർഷമായിട്ട് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്ല, ഇവളെന്തിനാ കരയുന്നേ? വല്യച്ഛ, ഇന്നും വല്യമ്മ ഇവളെ കരയിച്ചല്ലേ? നിങ്ങൾ നോക്കോ, ഇവൾക്കൊരു ഡോണറിനെ കിട്ടി. ഇവളുടെ കാഴ്ച തിരിച്ചു കിട്ടുമ്പോ ഞാൻ ഇവളും കൂടി ഇവിടെ നിന്ന് പറക്കും. പിന്നെ വല്യമ്മയ്ക്ക് മഷി ഇട്ട പോലും ഞങ്ങളെ കാണാൻ പറ്റില്ല. പറക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ വല്യച്ഛനെ കാണാനായിട്ട് ഇടയ്ക്ക് രണ്ടുപേരും വരേണ്ടി വരും. ഇല്ലെങ്കിൽ വല്യച്ഛൻ നിങ്ങളോട് പണങ്ങും. ആലോചിക്കാം. അതെ, വല്യച്ഛനും മോളുമായിട്ടുള്ള ടൈമൊക്കെ കഴിഞ്ഞു. പോയിക്കോ. ഇനി എനിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും കുറച്ച് പ്രൈവസി ആണ്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാവേ. ഞാൻ ഈ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പ്രൈവസി ഒന്നും കളയുന്നില്ല. അത് ശരി, എന്നെ നേരത്തെ വിളിച്ചു നിർത്തിയിട്ട് നീ കിടന്നുറങ്ങുവാണോ? സിദ്ധു എണീക്ക്. സിദ്ധു എണീക്ക്. നന്ദു പ്ലീസ്, കുറച്ചു നേരം കൂടെ പ്ലീസ്. എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പൊ ഉറങ്ങുന്നില്ലേ? ഇങ്ങനെ വന്ന് അടുത്തിരുന്നാ ഞാൻ എങ്ങനെ ഉറങ്ങാനാ? നന്ദു, നിന്റെ കണ്ണുകൾ എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയത്? ഹാവോ, എനിക്കറിയില്ല. നിന്റെ ഈ രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ, എന്നെ ഹിപ്നോട്ടൈസ് ചെയ്തോണ്ടിരിക്കുക. കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അതാണല്ലോ എനിക്ക് വേണ്ടത്. എന്റെ കണ്ണിലല്ലാതെ നീ വേറെ ആരുടെ കണ്ണിൽ ഇതുപോലെ നോക്കാൻ പാടില്ല. സിദ്ധു, നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? എന്റെ ജീവൻ എന്റെ ശരീരം വിട്ട് പോകുന്നത് വരെ നീ ഇതേ സ്നേഹത്തോടെ ആയിരിക്കണം എന്റെ കണ്ണുകളിലേക്ക് നോക്കേണ്ടത്. ഒരിക്കലും അതിനൊരു കുറവ് വരാൻ പാടില്ല. ഇത് പ്രോമിസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ കണ്ണുകളാണ്. അതിന് സ്നേഹത്തോടല്ലാതെ വേറൊരു ഭാവത്തോടു കൂടി എനിക്ക് കാണാൻ കഴിയില്ല. ഐ ആം ഇൻ ലവ് വിത്ത് യുവർ ഐസ്. அள்ளும் கை 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 அன்பை மை 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 என்னை இந்த பூமியில எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீ பொரிய நீ விதைச்ச அடி தீக்கு மர காடு பெருசுதான் சின்ன தீக்குச்சி ஓசரம் சிறுசுதான் அடி தெக்கு மர காடு பெருசுதான் சின்ன தீக்குச்சி ஒசரம் சிறுசுதான் ஒரு தீக்குச்சி விழுந்து புடிக்குதடி கருந்தெக்கு மர காடு வெடிக்குதடி உசுரே போகுதே உதட்ட நீ கொஞ்சம் சுழிக்கையில ஓ மாம தவிக்கிற மடிப்பிச்ச கேக்குற மனச தாடிய மணி கோயில அக்கறை சீமையில் இருந்தும் ஐவிரல் தீண்டிட நினைக்குதடி அக்கினி பழம்னு தெரிஞ்சிருந்தும் அடிக்கடி நாக்கு துடிக்குதடி. നീ കറക്റ്റ് സമയത്താണ് വിളിച്ചത്. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഇവിടെ ഇരിക്കുന്ന കുപ്പികളെല്ലാം തീർന്നു. നീ 2-3 കുപ്പി മേടിച്ചോണ്ട് ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം. ഇത് ഞാൻ പ്രതീക്ഷിച്ചു.
സ്ഥിരമുള്ളതാണല്ലോ. നീ നിന്ന് വാചകം അടിക്കാണ്ട് 2 കുപ്പിയെ മേടിച്ചോണ്ട് വാ വരുണേ. സൗകര്യമില്ല. എന്ത് സൗകര്യമില്ലാന്ന്. നിനക്ക് കുടിച്ച് നശിക്കാനായിട്ട് ഞാൻ ഇനി കുപ്പി മേടിച്ചോണ്ട് വരണോ? അല്ല, എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ കുടിക്കുന്നേ? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ? എനിക്കിപ്പോ ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം. ഇതും കൂടെ ഇല്ല ഞാൻ ചത്തുപോകും. അല്ല, അത് തന്നെയാണ് എന്റെ ആഗ്രഹം. കണ്ണടച്ചാൽ പോലും അവളെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഊണിലും ഉറക്കത്തിലും എപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അവളില്ലാണ്ടെന്ന് ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആകെ ഒരു ആശ്വാസം 2 അടിക്കുമ്പോഴാ. സിദ്ധു, അതെല്ലാം കഴിഞ്ഞ കാര്യമില്ലേ? അത് നീ ഒന്ന് വിട്. നീ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നേ. എന്റെ ആരോഗ്യത്തിന് എന്ത് പറ്റിയാലും എനിക്കൊരു ചുക്കൂല. ഇനി ഞാൻ തട്ടിപ്പോവാണേ അങ്ങോട്ട് പോട്ടെ. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? എനിക്കാരുമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരാള്. അവള് എന്നോട്ട് പോയില്ലേ. ഇനി ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഫോൺ വെക്കാം, നാളെ വിളിക്കാം. വെക്കല്ലേ. ഞാൻ പറഞ്ഞ കുപ്പിയുടെ കാര്യം എന്തായി? ഹലോ ഹലോ. ശ്ശേ. സമാധാനമായോ നിനക്ക്? എന്തിനാ എന്നെ വിട്ട് പോയെ? ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നീ കാണുന്നില്ലേ? പോയപ്പോ എന്താ എന്നെ കൊണ്ടുപോകാത്തെ? അല്ലേല് ഞാനില്ലാണ്ട് ഒരു നിമിഷം പോലും നിനക്ക് പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ എന്റെ ആവശ്യമില്ലേ? നന്ദു, ഐ റിയലി മിസ് യു. എനിക്ക് പറ്റുന്നില്ലടി. என்ன சொல்லு என்னை சொல்லு காதல் என்னை கையால் தள்ள என்ன சொல்லு என்னை சொல்லு காதல் என்னை கையால் தள்ள இதயம் தான் சரிந்ததை உன்னிடமே சுவாசமே சுவாசமே ஜன்னல் காற்றாகி வா செரிகை பூவாகி வா மின்னல் மழையாகி வா உயிரின் மூச்சாகி வா. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാണോ? എത്ര ആസ്വദിച്ചാലും മതി വരുന്നില്ല. ഈ ഭംഗിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ലോകം എന്ത് ബ്യൂട്ടിഫുള്ളാ. നിനക്കറിയോ, എനിക്ക് കാഴ്ചയില്ലാതിരുന്ന സമയത്ത് ഓരോ പൂക്കളും മരങ്ങളും ഒക്കെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോ ഇതൊക്കെ നേരിട്ട് കാണുമ്പോ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്തതിനേക്കാളും 10 ഇരട്ടി ഭംഗിയുണ്ട്. നോക്കുന്നേക്കെ കൊള്ളാം, പക്ഷെ ഇങ്ങനെ ഒരുപാട് നേരം ഇതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നീ അതിൽ അഡിക്റ്റ് ആയിപ്പോ. ഞാൻ എന്റെ ഹോൾ ലൈഫിൽ ഒരുപാട് തവണ ഈ സ്കൈ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോ നീ ഈ സ്കൈ ഇത്ര ആകാംക്ഷയോടുകൂടി നോക്കുന്ന കാണുമ്പോ ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം സീയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ടു. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്വപ്നം പോലെയുണ്ട്. എങ്കിലും എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ മനസ്സിലൊരു പേടിയാ. രാവിലെ എണീക്കുമ്പോ എന്റെ കാഴ്ച നഷ്ടപ്പെടുമോ, എനിക്കിതൊന്നും ഇനി കാണാൻ പറ്റാതാവോ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പേടിച്ചിട്ടാ രാത്രി കിടന്നുറങ്ങുന്നത്. ഇതൊന്നും സ്വപ്നമല്ല ഇല്ലാറ, ഇത് നിന്റെ സ്റ്റോറിയാ. ആൻഡ് ഇറ്റ്സ് ഓൺലി ജസ്റ്റ് ബിഗിനിങ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കണം. ആരെങ്കിലും എന്നോട് ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഞാൻ പറയും അത് നീയാന്ന്. ഉറപ്പായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇപ്പൊ ഞാൻ തന്നെയാണ്. എനിക്ക് ഈ പൂക്കളുടെയും ഇലകളുടെയും ഒക്കെ മണം മാത്രമേ അറിയാറുന്നുള്ളൂ. എന്നാൽ ഇപ്പോ അവരെ നേരിട്ട് കാണാനും കഴിയുന്നുണ്ട്. എന്നെ ഫസ്റ്റ് കണ്ടപ്പോ എന്താ നിനക്ക് തോന്നി? നീ ഇമാജിൻ ചെയ്തത് പോലെയാണോ ഞാൻ, അതോ അതിലെ സുന്ദരിയാണോ? അതില് മാത്രം എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ കുറച്ചുകൂടി നീ നല്ല ബ്യൂട്ടിഫുൾ ആണെന്നാ വിചാരിച്ചേ. പക്ഷെ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്ത അത്രയൊന്നും നീ എന്തായാലും വന്നില്ല. എടി ദുഷ്ടത്തി, അപ്പൊ ഞാൻ കൊള്ളില്ലാന്നാ പറഞ്ഞു വരുന്നേ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. നിന്നെ ഇന്ന് ഞാൻ സിദ്ധു വീടെടുത്തത് എനിക്ക് മടുത്തു. മറയുകില്ല ഏതു മണ്ണിലും
പോലെയാകില്ല നീ നൽകിയ മധുര നിധികൾ. നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്നു തോന്നും ഈ ദിനങ്ങൾ. ഹലോ സിദ്ധു. വരുൺ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താടാ? ഞാൻ ഈ അപ്പാർട്ട്മെന്റ് അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. അതിന് പറ്റിയ ഒരാളെ നീ സെറ്റ് ചെയ്തു തരണം. വിൽക്കാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? നീ അവളും കൂടെ എത്ര ആഗ്രഹിച്ച് വാങ്ങിച്ച അപ്പാർട്ട്മെന്റാ അതെങ്ങനെയാ നീ വിൽക്കുന്നേ? എടാ, ഈ അപ്പാർട്ട്മെന്റ് മുഴുവൻ അവളുടെ ഓർമ്മകളാ. എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് അവളുടെ പ്രസൻസ് ഫീൽ ചെയ്യുവാടാ. അവളില്ലാതെ അവളുടെ ഓർമ്മകളുമായിട്ട് എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ കുറച്ചു നാളത്തേക്ക് എങ്ങോട്ടേലും മാറി നിൽക്കാൻ പോവാ. അതിനു മുന്നേ എനിക്ക് ഈ വീട് വിൽക്കണം. മാറി നിൽക്കാന്ന് പറഞ്ഞാ നീ എങ്ങോട്ടാ പോകുന്നേ? എനിക്കറിയില്ലടാ. ഇവിടെ ഇങ്ങനെ ഇരുന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാളും നല്ലത് കുറച്ച് നാളത്തേക്ക് ഞാൻ എങ്ങോട്ടേലും മാറി നിൽക്കുന്നതാ. ശരി, നീ പോയിട്ടോ. പക്ഷെ തിരിച്ചു വരുമ്പോ നീ ഓക്കെ ആയിരിക്കണം. നന്ദു, ഞാനിവിടെ നിന്ന് പോവാ. എനിക്ക് നീയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നന്ദു. എനിക്കറിയാം ഞാനിപ്പോൾ എടുത്ത തീരുമാനം അതൊട്ടും നിനക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. എനിക്കിവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ നന്ദു. ഐ എം സോറി നന്ദു, ആൻഡ് ഐ റിയലി മിസ് യു. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழில் விழும் தூசி தன்னை நவல் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ இங்கே இல்லை. நான் இங்கே நீயும் அங்கே, இந்த தனிமையில் நிமிஷங்கள் வருஷமானதேனோ. வானிங்கே நீலமங்கே, இந்த உவமைக்கு இருவரும் விளக்கமானதேனோ. நியூயார்க் நகரம் உறங்கும் நேரம் தனிமை அடர்ந்தது, பனியும் படர்ந்தது. கப்பல் இறங்கியே காற்றும் கரையில் நடந்தது. நான்கு கண்ணாடி சுவர்களுக்குள்ளே நானும் மெழுகுவத்தியும், தனிமை தனிமையோ. എന്താ വരും? ഹലോ സിദ്ധു, നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വാ. എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, നീ വന്നിട്ട് പറയാം. എടാ, കാര്യം പറയേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് കാണുമ്പോ പറയാം. ശരി, ഞാൻ വരാം. 1/2 മണിക്കൂറായി ഞാൻ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? എടാ, അത് എന്താടാ പറയേ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ നന്ദുവിനെ പറ്റിയ. നന്ദു? നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. അവളുടെ മരണത്തിന് ശേഷം അവളുടെ പാരന്റ്സ് അവളുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്തിരുന്നു. പണ്ടെപ്പോഴും അവൾ പാരന്റ്സിനോട് പറഞ്ഞ ആഗ്രഹം അവരവളുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. വരുൺ, നീ സത്യമാണോ ഈ പറയുന്നത്?
എടാ സത്യം ഞാൻ പറയുന്നത്. ഇന്നലെ യാദൃശികമായിട്ട് നന്ദുന്റെ പാരന്റ്സിനെ ഞാൻ കണ്ടു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില ഈ കാര്യം അവരെന്നോട് പറയുന്നത്. നന്ദു, അവളുടെ കണ്ണുകൾ സ്റ്റിൽ സീയിങ് ദിസ് വേൾഡ്. എടാ നിനക്കറിയില്ല, അവളുടെ ആ കണ്ണുകളില എന്റെ മുഴുവൻ ലോകവും. അവളുടെ കണ്ണുകൾ എനിക്ക് ഒരു തവണ കൂടെ കാണണം. അവളുടെ കണ്ണ് ഡൊണേറ്റ് ചെയ്തെന്ന് മാത്രമേ എനിക്കറിയൂ, അല്ലാണ്ട് അത് ആർക്കാന്നൊന്നും എനിക്കറിയില്ല. അരുൺ പ്ലീസ്, എനിക്കൊന്ന് കണ്ടാ മതി. ഞാൻ എന്റെ നന്ദുവിനെ അമ്മോടൊന്ന് കണ്ടോട്ടടാ, ഇല്ല ഞാൻ ചത്തുപോവും. നീ സമാധാനപ്പെടും, നമുക്ക് അന്വേഷിക്കാം. നന്ദു, ഇത്രയും വലിയൊരു കാര്യം ഞാൻ എന്താ അറിയാത്ത? നിന്റെ കണ്ണുകളിലൂടെ നീ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഞാനത് അറിഞ്ഞില്ല, അറിയാൻ വല്ലാണ്ട് വൈകിപ്പോയി. പക്ഷെ നീ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ കണ്ടെത്തും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഐ വിൽ ഫൈൻഡ് യു. ഞാൻ വരും നിന്റെ അടുത്തേക്ക്. സിദ്ധു, ഡീറ്റെയിൽസ് കിട്ടി. ഒരു പെൺകുട്ടിയാണ്. എവിടെയുണ്ട്? ജർമ്മനി. ജർമ്മനി? അതെ, ആളിപ്പോ ജർമ്മനിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുക. പേര് ഇലാറ. അവിടെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. എന്നാൽ ആളുടെ നാട് ഇവിടെ തന്നെയാ. ഇപ്പൊ 2-3 മാസമായിട്ടേ ഉള്ളൂ ജർമ്മനിയിലേക്ക് പോയിട്ട്. വരും, എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനിയിലേക്ക് പോകണം. ജർമ്മനിക്കോ? എടാ അത് വേണോ? വേണം. നീ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, ആസ് സൂൺ ആസ് പോസിബിൾ. ശരി, ഞാൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, അത് ഇലാറയാണ്, നന്ദു അല്ല. അതെപ്പോഴും ഓർമ്മ വേണം. അവൾക്ക് നിന്നെ പറ്റിയോ നന്ദുവിനെ പറ്റിയോ ഒന്നും അറിയില്ല. ഷീസ് ലിവിംഗ് ഹർ ഓൺ ലൈഫ് നൗ, സോ യു ബി കെയർഫുൾ. അതെങ്ങനെ അവളുടെ ലൈഫ് ആവുന്നേ? അവളുടെ കണ്ടിപ്പോ എന്റെ നന്ദുവിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് എന്റെ കൂടെ ലൈഫല്ലേ? നന്ദു, ഐ ആം കമ്മിങ് ഫോർ യു. ഇലാറ, ജസ്റ്റ് വെയിറ്റ്, വി മീറ്റ് സൂൺ. എന്റെ പൊന്നിലാറ, ആ ഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. രാവിലെ എന്നെ ആരായി കിടന്ന് വിളിക്കുന്നേ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല. നീ ഇങ്ങനെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കോ. വല്യച്ഛനാ വിളിക്കുന്നേ. മണി 7:30 7:30യോ? നീ എന്നിട്ട് എന്തായാലും വിളിച്ചുണർത്താത്തേ? ഇന്നും പതിവ് പോലെ അവൾ എണീക്കാൻ താമസിച്ചല്ലേ? നീ ആ ചന്തിക്ക് 2 പിട കൊടുത്ത് അവൾ അങ്ങോട്ട് എണീപ്പിച്ചേ. കോളേജിൽ പോണെന്നൊരു ചിന്തയുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് എന്തൊരു ഉഷാറായിരുന്നു. അവിടെ ചെന്നിട്ടോ ക്ലാസ്സിലും കയറില്ല, 2 മുട കറങ്ങി നടന്നു പോവാം. ഇത് ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. വല്യച്ഛ, ഇവളെന്നെ വിളിച്ചുണർത്താതെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നെ വിളിച്ചുണർത്തി എന്റെ തൊണ്ടയും പോയി, ആ അലാറത്തിന്റെ ബാറ്ററി അടിച്ചു പോയി. മതി 2 കൂടെ അടികൂടിയത്. വേഗം കുളിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്കിയേ. ശരി വല്യച്ഛ, ഞങ്ങൾ വന്നിട്ട് വിളിക്കാം. അമ്പോ, എന്തോരം നല്ല നല്ല ചെക്കന്മാരാ. ഇവിടെ പഠിത്തവും കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സായിപ്പിനെ വിളിച്ച് കുപ്പിയിലാക്കണം. അയ്യ ചിരിക്കല്ലേ, നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാലോ. ഹേയ്, എനിക്ക് നിന്നെ പോലെ അങ്ങനെ പ്രിഫറൻസ് ഒന്നുമില്ല. ആരായാലും എന്നെ നല്ലപോലെ മനസ്സിലാക്കണം. മോസ്റ്റ്ലി എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. ഉവ്വ, കാത്തിരുന്നു, ഇപ്പൊ വരും 7 കടലും താണ്ടി. എനിക്കുള്ളതാണേല് അത് എന്നിലേക്ക് തന്നെ വന്നെത്തിച്ചേരും. ഹായ്, സിദ്ധാർത്ഥ് അല്ലേ? ഐ എം വിപിൻ, വരുണിന്റെ ഫ്രണ്ടാണ്. സിദ്ധാർത്ഥ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നോട് വരുൺ പറഞ്ഞു. ഇയാളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവൻ എന്നെ ഏൽപ്പിച്ച്.
അപ്പോ പോ. അല്ല, എങ്ങോട്ടാ? ഓ, അത് എനിക്കിവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സിദ്ധാർത്ഥന് എൻ്റെ കൂടെ താമസിക്കാം. അതല്ല, ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വേറൊരു അപ്പാർട്ട്മെന്റ് അറേഞ്ച് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ മാനേജ്. പിന്നെ സിദ്ധാർത്ഥനെ ഇവിടെ വന്നേന്നുള്ള കാര്യമൊക്കെ എന്നോട് വരുണ് പറഞ്ഞു. ആ പെൺകുട്ടിയെ തിരിച്ചറിയാനായിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. ആകെ അറിയാന്നുള്ളത് പേരും പിന്നെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. സോ ആ യൂണിവേഴ്സിറ്റി വഴി ആ പെൺകുട്ടിയെ കാണാനേ വഴിയുള്ളൂ. സാരില്ലടോ, നമുക്ക് കണ്ടെത്താം. ഇന്നിപ്പോ എന്തായാലും ലേറ്റ് ആയില്ലേ, കോളേജിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കാണും. നമുക്ക് നാളെ രാവിലെ പോവാം. ഓക്കെ. സിദ്ധാർത്ഥ്, ഇതാണ് ഇലാറ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി. പിന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഇലാറയെ പറ്റി ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാലും പ്രിൻസിപ്പൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തരണമെന്നില്ല. പിന്നെ ആകെ ഒരു പ്രതീക്ഷ പ്രിൻസിപ്പൾ നമ്മളെ പോലെ മലയാളിയാ. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മാം, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വി ജസ്റ്റ് വാണ്ട് ടു നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഗേൾ. ലുക്ക് മിസ്റ്റർ വിപിൻ, നിങ്ങളിപ്പോൾ ചോദിച്ച കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ചും ഒരു ഔട്ട്സൈഡറിനോട്. ഇറ്റ്സ് മാറ്റർ ഓഫ് പ്രൈവസി ആൻഡ് റൂൾസ് ആർ റൂൾസ്. മാം, ഞാനൊരു ഔട്ട്സൈഡർ അല്ല. ഐ ജസ്റ്റ്, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്കുള്ള കണ്ടേ പറ്റൂ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ഐ എം സോറി സിദ്ധാർത്ഥ്, എനിക്ക് വേറെ വഴിയില്ല. ഇറ്റ്സ് ഓക്കെ മാം, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സിദ്ധാർത്ഥ്, പപ്പു. പക്ഷെ വിപിൻ, എനിക്കുള്ള കാണണം. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഇപ്പോൾ വാ, കോളേജ് ഇവിടെ സമയമായി. സിദ്ധാർത്ഥ്, ഐ ഓക്കെ? ഐ എം നോട്ട് ഓക്കെ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടേ പറ്റൂ. നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിനോട് ചോദിച്ചാലോ? ചിലപ്പോൾ അവർക്ക് അവളെ അറിയാമെങ്കിലോ? അതിന് ചാൻസ് വളരെ കുറവാണ്. കാരണം അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസുമായിട്ട് കമ്പനി ആവാൻ കുറച്ച് സമയം എടുക്കില്ലേ? നീ വിഷമിക്കാതിരിക്കുക. അവൾ എപ്പോഴായാലും നിന്റെ കൺമുന്നിൽ തന്നെ വരും. ഐ എം ഷുവർ. വാഷ്റൂമിൽ പോയിട്ട് ദാ വരുന്നു എന്ന് പറഞ്ഞു പോയ പെണ്ണ ഇപ്പൊ മണിക്കൂർ ഒന്നാവാറായി. ഇനി വല്ല പൂവിനോടോ പുല്ലിനോടോ കഥയും പറഞ്ഞിരിക്കുവാണോ ആവോ? ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇലാറ, സിദ്ധാർത്ഥ്, ഇതായിരിക്കോ നീ അന്വേഷിക്കുന്ന ഇലാറ? നീതു, ഇങ്ങോട്ട് വാ. ആയിരിക്കുമോന്നല്ല, ഇത് തന്നെയാണ് ഇലാറ. അവളുടെ ആ കണ്ണ്, അതെൻ്റെ നന്ദുകുട്ടിയാണ്. അതെനിക്കൊരിക്കലും മനസ്സിലാവാതിരിക്കില്ല. എടാ, ഇന്ന് സമയം കളയണ്ട. നീ അവളോട് പോയി സംസാരിക്കേ. വേണ്ട, ഞാനിപ്പോൾ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല. അതെന്താ? നീ ഇതിനു വേണ്ടിയല്ലേ ഇത്രയും ദൂരം വന്നേ? വിപിൻ, നീ പോയിക്കോ, ഞാൻ വരാം. അല്ല, നീ എങ്ങോട്ട് പോകുന്നേ? സിദ്ധാർത്ഥ്, എന്റെ പൊന്നിലാറ ഒന്ന് വന്നേ. ആ ബസ് ഇപ്പൊ പോകൂട്ടോ, പിന്നെ നടന്നു പോവേണ്ടി വരും. അയ്യോ, ദേ വരുന്നു.
ഇന്നലെ നൈറ്റ് ഞാനാ കുക്ക് ചെയ്തേ. അപ്പൊ ഇന്ന് നൈറ്റ് നീ കുക്ക് ചെയ്യണം. എന്നാലേ നമുക്കിന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ? നീ പൈസ കൊടുക്കുമെങ്കിൽ എനിക്ക് ഡബിൾ ഓക്കെ. അയ്യടാ, വാ വന്ന് വാതിലുറക്ക്. കണ്ടു. കാണു മാത്രല്ല, അവൾ എവിടെയാ താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇല്ല, പുറത്ത് നല്ല മഴയും മിന്നലും ഉണ്ട്. നീ ആ ജനൽ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. ആ ശരി. இந்த பூமியில எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீ பொரிய நீ விதைச்ச அடி தீக்கு மரக்காடு பெருசுதான் சின்ன தீக்குச்சி ஓசரம் சேரு നീതു ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? ദേ അങ്ങോട്ട് നോക്കിയേ. എന്ത്? சின்ன தீக்குச்சி ஓசரம் சிறு അല്ല, എവിടെ പോയി? എന്തിങ്ങോട്ട് പോയിന്ന്? നീ എന്തൊക്കെയാ പറയുന്നേ? എടി, ഞാൻ കണ്ടതാ. അവിടെ ഒരാള് നിൽപ്പുണ്ടായിരുന്നു, ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട്. ആരിങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാനാ? നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ കണ്ടതാ. രാത്രിയാകുമ്പോ ഓരോ കഥയും വായിച്ചോണ്ടിരുന്നോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. നീ ആ ജനാല ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നേ. പക്ഷെ നീതു, എന്റെ പൊന്നില ഒന്ന് വാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ശരി. அக்கினி பழமன்னு தெரிஞ்சிருந்தோம் அடிக்கடி நாக்கு துடிக்குதடி. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? റെഡി ആവുന്നില്ലേ? ഞാനിന്ന് വരുന്നില്ലെന്നോ? നീയല്ലേ പറഞ്ഞു നിനക്കിന്ന് എന്തോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്ന്. എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇതെന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ഫീൽ ചെയ്തെന്ന കാര്യം നീ പറയുന്നേ? ലൈക്ക് എന്നാരും ഫോളോ ചെയ്യുന്ന പോലെ. കുറച്ച് ദിവസമായി എനിക്കത് തോന്നാൻ തുടങ്ങിയിട്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നാരും ഫോളോ ചെയ്യുന്ന പോലെ. നിന്നെ ഫോളോ ചെയ്യാനോ? അതാരാ? നിനക്ക് ഉറപ്പാണോ? ചിലപ്പോൾ ഇതെല്ലാം നിന്റെ തോന്നലായിരിക്കും. ഇനി അഥവാ നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട, നമുക്ക് കോളേജിലേക്ക് പോവാം. അവിടെ ആകുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. നീ പെട്ടെന്ന് റെഡി ആയിട്ടോ. ഇല്ല, പെട്ടെന്ന് വാ, ബസ് ഇപ്പൊ പോവും. അയ്യോ, ഐ എം റിയലി സോറി, ഞാൻ കണ്ടില്ല. നന്ദു, നിങ്ങൾക്ക് ആള് മാറിയതാ, ഞാൻ നന്ദു അല്ല. അയ്യോ, എന്റെ ബസ് ഇപ്പൊ പോവും. ഇടിച്ചതിന് സോറി. പോവാണേ. നന്ദു പോവല്ലേ? എടോ, താനെന്താ ഈ കാണിക്കുന്നേ? എന്റെ കയ്യിന്ന് വിട്. നന്ദു പ്ലീസ്. എടോ, കയ്യിന്ന് വിട്.
ഇപ്പൊ എടുത്തോണ്ട് പോയേനെ. നീ എന്താ കയറാൻ താമസിച്ചേ? അത് പെട്ടെന്ന് ഓടി വന്നതിന്റെ ഇടയില് ഞാൻ ഏതോ ഒരാളോട്ട് കൂട്ടിയിടിച്ചു. എന്നിട്ട് അയാൾ എന്നെ നന്ദൂന്നോ അങ്ങനെ എന്തോ പേരാ വിളിച്ച. ഞാൻ പോവാൻ നിന്നപ്പോ അയാൾ എന്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു. കയ്യിൽ കയറി പിടിച്ചോ? എന്നിട്ടെന്താ? കുറച്ചു കഴിഞ്ഞപ്പോ വിട്ടു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ബസ് പോവില്ലേ. അങ്ങനെ ഞാൻ ഓടിങ്ങ് വന്നു. എനിക്ക് തോന്നുന്നു അയാൾക്ക് ആള് മാറിപ്പോയത് വല്ലതും ആവും. ഞാൻ വല്ലതുമായിരുന്നാലും ഒരു ചവിട്ട് വെച്ചു കൊടുത്തേനെ. ബൈ ദ ബൈ, ആള് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി കാണുമ്പോ ആവട്ടെ, മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം. അവളെ ചാട്ടം. സിദ്ധു, നന്ദു, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. ഞാൻ നിന്നെ വിട്ടു പോയിട്ട് ഇപ്പൊ 1 വർഷമായി. നീ എന്തിനാ ഇപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, എൻ്റെ ഉള്ളിൽ നീ മരിച്ചിട്ടില്ല. നീ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നീ എന്തിനാ സിദ്ധു എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത്? നിന്റെ ഈ ഒറ്റപ്പെടൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമേ നീയല്ലേ നന്ദു. ആ നീയില്ലാതെ ഞാൻ എന്ത് സന്തോഷിക്കാനാ? അന്ന് ഞാൻ നിന്നെ തനിച്ച് വിടാൻ പാടില്ലായിരുന്നു. നിന്റെ കൂടെ ഞാനും വരണമായിരുന്നു. എന്നാൽ ആ ആക്സിഡന്റ് ഒരിക്കലും നടക്കില്ലായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാ. ഞാനാ നിന്റെ മരണത്തിന് കാരണം. നീ നിന്നെ തന്നെ എത്ര നാളും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു സിദ്ധു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ അല്ല അതിന് കാരണം. അതിന്റെ വിധിയാണ്. വിധി ഒരിക്കലും നടക്കാൻ കഴിയില്ല. നിന്റെ കൂടെ എനിക്ക് അത്ര നാൾ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നീ അല്ല അതിന് കാരണം. അല്ല, എല്ലാം എൻ്റെ തെറ്റാ. എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല. ഓരോ ദിവസവും നീയില്ലാണ്ട് ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്നെ കാണാൻ പറ്റാതെ ദേ ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ എന്നും നിന്നെ കാണാറുണ്ട്. പിന്നെ എൻ്റെ കണ്ണുകൾ അത് നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒന്ന് അതിലേക്ക് നോക്കിയാൽ മതി, നിനക്ക് എന്നെ കാണാൻ പറ്റും. നന്ദു, നന്ദു, ആ മാള് പൂട്ടുന്നതിന് മുന്നേ ഒന്ന് റെഡി ആയിട്ട് വരുമോ നീ? ഓക്കെ, I'm ready. പോ. ഇല്ല, വന്നേ, നമുക്ക് അവിടുത്തെ കഫേയിൽ പോയി കോഫി കുടിക്കാം. இந்த பூமியில எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீ பொரிய நீ விதைச்ச அடி தீக்கு மர காடு பெருசுதான் சின்ன தீக்குச்சி ஓசரம் சிறுசுதான் அடி தெக்கு மர காடு பெருசுதான் சின்ன தீக்குச்சி ஒசரம் சிறுசுதான் ஒரு தீக்குச்சி விழுந்து புடிக்குதடி கருந்தெக்கு மர காடு வெடிக்குதடி உசுரே போகுதே உதட்ட நீ கொஞ்சம் சுழிக்கையில ஓ மாம தவிக்கிற மடிப்பிச்ச கேக்குற மனச தாடிய மணி கோயில். നീതു, എന്നെ ആരെങ്കിലും നോക്കോ ശ്രദ്ധിക്കോ എല്ലാം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുപറ്റി? എന്തോ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അയ്യോ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇതെല്ലാം നിന്റെ തോന്നലാ. നീ പെട്ടെന്ന് കുടിച്ചിട്ട് എണീറ്റ് വന്നേ. ഇനി ഇവിടെ ഇരുന്നാ ശരിയാവില്ല. അല്ല നീതു, എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നീ ഒന്ന് നല്ല പോലെ ചുറ്റിനെ ഒന്ന് നോക്കിക്കേ. ഇല്ല, നിന്റെ തോന്നൽ ശരിയാ. നിന്നെ വല്ലാണ്ട് ഒരാൾ സ്റ്റെയർ ചെയ്യുന്നുണ്ട്. പതിയെ നിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്ക്. ഇയാളോ? ഇയാളെ എനിക്കറിയാം. നിനക്ക് എങ്ങനെ അറിയാം? എടി, ഇത് അയാളാ. ഞാനെന്ന് പറഞ്ഞില്ലേ, എന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് എന്നെ ആള് മാറി വേറെന്തോ പേര് വിളിച്ചു. അയാളാ ഇത്. പക്ഷെ ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. നീ ഇത് വേണ്ട, നീ ഇപ്പൊ ഒന്നും ചോദിക്കാൻ പോണ്ട. നമുക്ക് ഇവിടെ നിന്ന് പോവാം. എടി, എന്നാലും ഒന്ന് ചോദിക്കാലോ, ഇയാൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നേന്ന്. ഒന്നും വേണ്ട, നീ ഒന്ന് വന്നേ. ടാക്സി. கண் தீண்டி உரைகிறேன், கை தீண்டி
நானே வருகிறேன் கேளாமல் தருகிறேன் கண் தீண்டி உரைகிறேன் கை தீண்டி கரைகிறேன் ഇയാളോ? ചേട്ടാ ഒന്ന് വണ്ടി വേഗം വിടോ. நினைவுகளை மறக்கிறேன் நிகழ்கணம் மறக்கிறேன் ഹേ ഗായ്സ്, ഞാൻ കരുതി നിങ്ങൾ വരില്ലായിരിക്കും. എനിവേസ്, താങ്ക്സ് ഫോർ ജോയിനിങ്. അല്ല, നിങ്ങൾ രണ്ടുപേരൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? വാ, വന്ന് എൻജോയ് ചെയ്യൂ. ഏയ്, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്നാ ഞാൻ പോയിട്ട് 2 ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം. എടാ വേണ്ട, ഞങ്ങൾ ജ്യൂസ് എടുത്തു, അത് മതി. ഷേടാ, അതും വേണ്ടേ? എന്നാ ഓക്കെ. ഇലാറ, ഷാൽ വി ഡാൻസ്? ഡാൻസോ? ഞാനൊന്നുമില്ല. എന്താടോ ഇങ്ങനെ ബോറാവല്ലേ? നീ പറഞ്ഞ അവള് കേൾക്കും. ഇല്ല, ഒരു ഡാൻസ് അല്ലേ, പോയി കളിച്ചിട്ട് വാ. നീതു, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. എടോ അത് സാരിയില്ല, ഐ വിൽ ലീഡ് യു. എടാ എന്നാലും. എന്നാലും ഇല്ല, ഇങ്ങോട്ട് വന്നേ. എന്തായിരുന്നു രണ്ടുപേരുടെയും ഡാൻസ്? കണ്ട കപ്പിൾസ് എന്നേ പറയത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൊടി. അയ്യോ, ഞാൻ ഇപ്പഴാ ഓർത്തെ, എനിക്കൊരു സാധനം മേടിക്കാണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ പോയിക്കോ, ഞാൻ അപ്പത്തെ ഷോപ്പിലൊന്ന് കയറിയിട്ട് പെട്ടെന്ന് വരാം. ആ ഓക്കെ, പക്ഷെ ലേറ്റ് ആവല്ലേ? ആ ലേറ്റ് ആവത്തില്ല, നീ പോയിക്കോ. ഇതാരാ ഇവിടുന്ന് സ്മോക്ക് ചെയ്യുന്നേ? ഇയാൾക്ക് കണ്ണ് കാണില്ലേ? അവിടെ നോ സ്മോക്കിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടുന്ന് സ്മോക്ക് ചെയ്യാൻ പാടില്ല, ഇത് നോ സ്മോക്കിംഗ് ഏരിയ ആണ്. എടോ, തന്നോടാ പറയുന്നേ. இந்த பூமியில எப்ப வந்து நீ பிறந்த என் புத்திக்குள்ள தீப்பொறிய நீ விதைச்ச அடித்துக்கு மரக்காடு பெருசுதான் சின்ன പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? വൈ ഡിഡ് യു ഡാൻസ് വിത്ത് ഹിം? എന്താ? നീ എന്തിനാ അവന്റെ കൂടെ ഡാൻസ് ചെയ്തേന്ന്? താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ താ. നീ എന്തിനാ അവന്റെ കൂടെ ഡാൻസ് കളിച്ചതെന്ന്? ഹൂ ഗേവ് യു ദ പെർമിഷൻ? ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ? താൻ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? എന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ, നിനക്ക് ഞാൻ ആരാന്നറിയില്ലേ? ലുക്ക് അറ്റ് മീ നന്ദു. നന്ദു? എടോ, തനിക്ക് ആള് മാറിയതാ. ഞാൻ നന്ദു അല്ല. ഈ കണ്ണുകൾ, അതിനെ ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്നെ മനസ്സിലാവുന്നില്ലേ? പറ നന്ദു. அடித்துக்கு மரக்காடு பெருசுதான் சின்ன தீக்குச்சி ஒசர പ്ലീസ്, അടുത്തേക്ക് വരരുത്. സ്റ്റേ അവേ ഫ്രം മീ. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ നിന്റെ സിദ്ധു അല്ലേ? உசுரே போகுதே உதட்ட நீ கொஞ்சம் சுழிக்கையில ஓ மாம தவிக்கிற மடிப்பிச்ச கேக்குற மனச தாடிய மணி கோயில அக்கறை சீமையில் இருந்தும் ஐவிரல் സിദ്ധു. നീ എങ്ങോട്ടേ പോകുന്നേ? എടാ നന്ദു, എടാ അത് ഇലാറയാണ്, നിന്റെ നന്ദു അല്ല. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അത് ഞാൻ നോക്ക് സിദ്ധു, നീ അവളെ നന്ദുവായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഇലാറയാണ്, അത് നീ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവള് പോകുന്നിടത്തൊക്കെ നീ ഇങ്ങനെ ഫോളോ ചെയ്യരുത്. ഇപ്പൊ തന്നെ അവള് നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട്. ഇനിയും നീ ഇതുപോലെ ചെയ്താൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. ആ കണ്ണ് അതെന്റെ നന്ദുവിന്റെ അല്ലേ? അപ്പൊ അതെന്റെ നന്ദു. നീ ഇപ്പൊ ഒട്ടും ഓക്കെ അല്ല സിദ്ധാർത്ഥ്. ആൻഡ് ലുക്ക് അറ്റ് യു, എന്ത് കോലാടാ ഇത്? നീ എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? ഏത് നേരം നീ എന്തിനാ അവളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഇനി മതി, നീ വന്നേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വരുൺ ഇപ്പൊ നിന്റെ ഈ കോലം വല്ലതും കണ്ട അതിന് മറുപടി പറയേണ്ടത് ഞാനായിരിക്കും.
ആരാ? ഹലോ, എൻ്റെ പേര് വിപിൻ. ഈ ഇലാറ എവിടെയാണോ താമസിക്കുന്നത്? അതെ. എനിക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ? ഇലാറ, ഒന്നിങ്ങി വന്നേ. നിന്നെ കാണാനായിട്ട് ആരോ വന്നിട്ടുണ്ട്. താനല്ലേ ഇന്നലെ രാത്രി അവിടെ? അതെ, അത് ഞാനാ. താൻ എന്താ ഇവിടെ? ഇയാൾ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ? അയ്യോ അല്ല, ഞാൻ ഇയാളെ ഫോളോ ചെയ്യോ ഇയാളെ ഉപദ്രവിക്കാനോ വന്നതല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. എന്ത് സംസാരിക്കാൻ? സിദ്ധാർത്ഥിനെ പറ്റി. ആരാ ഈ സിദ്ധാർത്ഥ്? ഇന്നലെ ഇയാൾ ആരെ പേടിച്ചാണ് ഓടിപ്പോയത്? അയാളുടെ പേരാണ് സിദ്ധാർത്ഥ്. എനിക്ക് അയാളുടെ പേര് പോലും കേൾക്കണ്ട. ഇലാറ. എന്റെ പേരെങ്ങനെ ഇയാൾക്കറിയാം? അതൊക്കെ അറിയാം. എനിക്കിപ്പോൾ ഇലാറയുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഒരു പരിചയമില്ലാത്ത ഒരാള് നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് നമുക്ക് വല്ലാണ്ട് ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അവനത് എന്തിനാണ് തന്നോട് ചെയ്യുന്നതെന്ന് താൻ അറിയണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമോ? പ്ലീസ് കം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോ, ഇറ്റ്സ് ഓക്കെ. ഇയാളുടെ ഫ്രണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അയാൾ അറിയത്ത പോലും ഇല്ല. അയാൾക്കും എന്നെ അറിയാൻ ഒരു ചാൻസും ഇല്ല. എനിക്ക് അയാൾ വെറും ഒരു സ്ട്രേഞ്ചർ മാത്രമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ഇലാറയ്ക്ക് ചിലപ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം. താനിപ്പോൾ പറഞ്ഞില്ലേ തനിക്ക് സിദ്ധാർത്ഥ് ഒരു സ്ട്രേഞ്ചർ മാത്രമാണെന്ന്. അത് താൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ സിദ്ധാർത്ഥിന് താനൊരു സ്ട്രേഞ്ചർ അല്ല. ഇലാറ വിചാരിക്കുന്നത് പോലെ സിദ്ധാർത്ഥ് ഒരു അപകടകാരിയോ ഉപദ്രവകാരിയോ അല്ല. ഹിസ് ലോസ്റ്റ് ആൻഡ് ബ്രോക്കൺ. അവന് നിന്നെ കാണുമ്പോൾ അവന് നഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് അവൻ ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോ? ഹിസ് ഗേൾ ഫ്രണ്ട് നന്ദന, അവൻ്റെ നന്ദു. നന്ദു? സത്യം പറഞ്ഞാൽ അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാൻ ഞാൻ ആരുമല്ല. കാരണം ഞാൻ ഈ നന്ദുവിനെ കണ്ടിട്ട് പോലുമില്ല. സിദ്ധാർത്ഥിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, വരുൺ. അവൻ്റെ ഫ്രണ്ടാണ് ഞാൻ. ഇവരുടെ ലവ് സ്റ്റോറിയൊക്കെ അവൻ പറഞ്ഞ ഞാൻ അറിയുന്നത്. നന്ദനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വരുൺ പറഞ്ഞ് എനിക്ക് ആ കുട്ടിയെ പറ്റി നല്ല പോലെ അറിയാം. സിദ്ധാർത്ഥിന് നന്ദു വെറും ഒരു ഗേൾ ഫ്രണ്ട് മാത്രമായിരുന്നില്ല, അവൻ്റെ എല്ലാം അവളായിരുന്നു. ഹിസ് ഹോൾ വേൾഡ്. അവനൊരു കൊടുങ്കാറ്റാണെങ്കിൽ അതിനുശേഷം വരുന്നൊരു കാംനെസ് ഇല്ലേ, അതായിരുന്നു നന്ദു. അവൻ ഈ ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അവരുടെ പ്രണയം കണ്ട് ദൈവത്തിന് കുശുമ്പ് തോന്നിയിട്ടാവാം വിധി അവളെ നേരത്തെ അങ്ങ് വിളിച്ചത്. എന്താ നന്ദുവിന് പറ്റിയത്? ഒരു ആക്സിഡന്റ്. അതിൽ അവളുടെ ജീവൻ പോയി. അവൾ പോയപ്പോൾ അവൻ്റെ ആത്മാവിനെയും കൂടെ കൊണ്ടുപോയത്. കാരണം പിന്നീടുണ്ടായിരുന്ന സിദ്ധാർത്ഥ് അത് വെറും ഒരു ശരീരം മാത്രമായിരുന്നു. ഡിപ്രഷനും ഉറക്കമില്ലായ്മയും ഡെയിലിയുള്ള മദ്യപാനവും എല്ലാം അവനെ വല്ലാണ്ട് തളർത്തി. ആൻഡ് പലതവണ അവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ വരുണാണ് അവനെ നോക്കിയതും പരിപാലിച്ചതും ഒക്കെ. ഇനി സിദ്ധാർത്ഥ് എന്തിനാണ് ഇലാറയെ ഫോളോ ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറയാം. ഒരു 1-2 വർഷം മുന്നേ വരെ യു വെയർ ബ്ലൈൻഡ്, റൈറ്റ്? അതെ. എന്നാൽ ഇപ്പോൾ ഒരു ഡോണർ വഴി ഇലാറയ്ക്ക് കാഴ്ച കിട്ടി. ആ ഡോണർ ആരാന്ന് ഇലാറയ്ക്ക് അറിയോ? ഇല്ല. നന്ദു. നന്ദു ആയിരുന്നു ആ ഡോണർ. நான் உனக்காக பேசினேன், யார் எனக்காக பேசுவார்? സിദ്ധാർത്ഥ് നിന്നെ എന്തിനാണ് അങ്ങനെ ഫോളോ ചെയ്തെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവളുടെ മരണം അത് അവനെ വല്ലാണ്ട് അഫക്ട് ചെയ്തു. അവനെ അതിൽ നിന്ന് എങ്ങനെയും ഓക്കെ ആക്കാൻ വേണ്ടി വരുൺ ഒരുപാട് ശ്രമിച്ചു. ആ ഒരു ശ്രമത്തിനിടയിലാണ് നന്ദുവിന്റെ കണ്ണ് ഡൊണേറ്റ് ചെയ്ത കാര്യം അവൻ അറിഞ്ഞത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച് ഒടുവിൽ അവൻ ഇവിടം വരെ എത്തി. നിന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വന്നപ്പോഴും അവൻ ആകെ നിന്റെ പേര് മാത്രമേ അറിയായിരുന്നുള്ളൂ. എന്നിട്ടും ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവൻ ഉറപ്പായി ഇത് നന്ദുവിന്റെ കണ്ണ് തന്നെയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഊണിലും ഉറക്കത്തിലും ഒക്കെ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാനും വരുൺ ഒരുപാട് തവണ പറഞ്ഞതാ നിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്, ഫോളോ ചെയ്യരുതെന്നൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ അവൾ എൻ്റെ നന്ദുവാണ്, അവളെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവണം എന്നൊക്കെയായിരുന്നു അവൻ്റെ മറുപടി. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ നിന്നെ നന്ദുവായിട്ടാണ് കാണുന്നത്, ഇലാറയായിട്ടല്ല. അതാണ് അന്ന് രാത്രി അങ്ങനെ. ആൻഡ് ഐ എം റിയലി സോറി അന്ന് രാത്രി അങ്ങനെ സംഭവിച്ചതിന്. എനിക്ക് സിദ്ധാർത്ഥിനെ ഒന്ന് കാണണം. താൻ പറഞ്ഞില്ലേ എന്നെ അയാൾ നന്ദുവായിട്ടാണ് കാണുന്നതെന്ന്. എന്നെ കാണുമ്പോൾ അയാൾക്ക് ആശ്വാസം കിട്ടുവാണെങ്കിൽ എനിക്കത് കൊടുക്കണം. Are you sure? Yes, I'm sure.
സിദ്ധാർത്ഥ്, ഹാ ഹലോ, ഐ നിലാറ. അകത്തേക്ക് വന്നോട്ടെ? ആ വന്നോളൂ. താങ്ക് യു. ഇന്നലെ ഇയാളുടെ ഫ്രണ്ട് വിപിൻ എന്നെ വന്ന് കണ്ടിരുന്നു. അവൻ എന്നോടെല്ലാം പറഞ്ഞു. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അത് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഐ ആം സോറി. ദൈവമേ, എന്തൊരു നോട്ടാ ഇത്. ഞാനിപ്പോ എന്താ ചെയ്യാ? സിദ്ധാർത്ഥ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ വന്നത് ഒരു താങ്ക്സ് പറയാനാണ്. സത്യത്തില് നന്ദനയോടാ പറയണ്ടേ, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സിദ്ധാർത്ഥിനെ കാണാൻ വേണ്ടി വന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ നന്ദന കാരണം എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നെ ഐ എം റിയലി സോറി. ഇപ്പൊ എൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ സിദ്ധാർത്ഥിന് നന്ദു നഷ്ടപ്പെട്ടതിനെ പറ്റി ഇനി ഒരിക്കലും തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവുമല്ലേ? അല്ല, എനിക്ക് കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവളെ നഷ്ടപ്പെട്ടതായിട്ടല്ല, എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും? ശരിക്കും. ഈ കണ്ണുകളിലൂടെയുള്ള നോട്ടം മാത്രം മതി അവൾ എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇത് വിപിന്റെ അപ്പാർട്ട്മെന്റ് ആണോ? ആ അതെ. ഇറ്റ് ഫീൽസ് സോ നൈസ് ആൻഡ് കോസി. വിരോധില്ലേല് എനിക്ക് നന്ദുവിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരോ? അതിനെന്താ, കാണിക്കാം. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു കുറവായി പോകും. ശരിയാ. ഓ സോറി, ഞാൻ ചോദിക്കാൻ മറന്നു. കുടിക്കാൻ എന്തെങ്കിലും? ഏയ് വേണ്ട, പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. പിന്നൊരു ദിവസമാവാം. അല്ല വെയിറ്റ്, നാളെ ഫ്രീ ആണോ? ഞാനോ? ആ അതെ. ഹാ ഫ്രീ ആണ്. എന്നാ നാളെ എൻ്റെ വക ഒരു കോഫി. എന്തു പറയുന്നു? യാ ഓക്കെ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ, സീ യു ടുമോറോ. സോറി, ഞാൻ ലേറ്റ് ആയോ? ഏയ് ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഓർഡർ ചെയ്തായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ പോയി ഓർഡർ ചെയ്യാം. വേണ്ട, താനിരിക്കുക, ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. ആ എനിക്കൊരു ബ്ലാക്ക് കോഫി അല്ലേ? എനിക്കറിയാം. അല്ല, അതെങ്ങനെ അറിയാം? അത് മനസ്സിലായി. എന്നെ ഇവിടെയും ഫോളോ ചെയ്യുമായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് പോയിട്ട്? ഇറ്റ് വാസ് നൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല. ആളൊരു പാവ, ഭയങ്കര കൊയറ്റ. ആളുടെ പാസ്റ്റ് ഒക്കെ അറിഞ്ഞപ്പോ ഒരു സഹതാപം തോന്നുന്നുണ്ട്. എങ്കിലും ചെറിയൊരു പേടിയുണ്ട്. എന്തിന്? അത് ആളുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നല്ലേ വിപിൻ പറഞ്ഞത്. അത് മാത്രല്ല, നിന്റെ കണ്ണ് കാണുമ്പോ അവന് നന്ദുവിനെ ഓർമ്മ വരുമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോ ഒരു പേടി. ശരിയാ, അന്നെ ഫോളോ ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് വല്ലാണ്ട് ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് മീറ്റ് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതേ ഇല്ല. ലൈക്ക് നല്ലൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാ അയാൾ എന്നോട് സംസാരിച്ച്. ആയിരിക്കാം. എങ്കിലും നീ കൂടുതൽ അടുക്കാൻ പോണ്ട. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ? നന്ദു, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ ഇലാറ എന്നെ കാണാൻ വന്ന കാര്യം. ഞങ്ങൾ ഇന്നും വീണ്ടും മീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് കോഫി കുടിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. ആൻഡ് യു ഹാവ് നോ ഐഡിയ ഹൗ ഹാപ്പി ഐ ആം റൈറ്റ് നൗ. എനിക്കതങ്ങനെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല.
എന്റെ മുന്നിലിരുന്നത് ഇല്ലാറെയാണെങ്കിലും എനിക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റിയത് നിന്റെ പ്രസൻസ് ആണ്. എനിക്കറിയാതെ ഒരിക്കലും നീ ആവില്ല എന്ന്. എങ്കിലും ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് നിന്നെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയുന്നില്ല. ഈ ഒരു ഫീല് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും ഒരുപാട് നാൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഒറ്റപ്പെട്ട പോയെന്നൊരു ഫീൽ എനിക്ക് തോന്നാത്തത്. എനിക്ക് വീണ്ടും ഒന്ന് കാണാൻ തോന്നുമോ? ഇപ്പം എന്താ ചെയ്യുക? അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അവളെ ഫോളോ ചെയ്യാന്നുള്ള തെറ്റിദ്ധരിക്കും. നാളെ മീറ്റ് ചെയ്യാമോ എന്നൊന്ന് മെസ്സേജ് ഇട്ട് നോക്കിയാലോ? നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ? നീതുവിനോട് ചോദിച്ചാൽ അവള് വഴക്ക് പറയും. അവൾ അറിയാണ്ട് ഞാൻ എങ്ങനെ പോവാ? ആ എന്തിലാവട്ടെ, വരാന്ന് റിപ്ലൈ ഇടാം. ജർമ്മനിയിൽ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാ ഞാൻ കടൽ കാണാൻ വരുന്നത്. ഇലാർക്ക് ബീച്ച് ഇഷ്ടമാണോ? പിന്നെ കടൽ ആർക്കാ ഇഷ്ടമല്ലാത്ത? നന്ദുന് കടലെന്ന് പറഞ്ഞാലേ ഭ്രാന്ത. ഏത് സമയം അവൾക്ക് കടൽ കാണണം. പ്രത്യേകിച്ച് അവിടെ ചെന്നിരുന്ന് സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ ഞങ്ങൾ എപ്പോഴും പോകുമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എന്നെ കട്ടിലിൽ നിന്ന് വലിച്ചെണീപ്പിച്ചിട്ട് സൺറൈസ് കാണാനെന്നും പറഞ്ഞ് കൊണ്ടുപോകും. അന്നൊക്കെ എനിക്ക് ദേഷ്യം വരും. എന്തിനാ അവൾ കടലിനോട് ഇത്ര ഒബ്സസ്ഡ് ആയെന്ന് എനിക്ക് തോന്നും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഈ കാംനെസ് വല്ലാത്തൊരു സമാധാനം. ഞങ്ങൾ പ്രേമിക്കുന്ന കാലം തൊട്ടേ അവൾക്ക് ഈ കടലിനോടുള്ള ഭ്രാന്തുണ്ടായിരുന്നു. ഇതുപോലൊരു കടലിനെ സാക്ഷിയാക്കിയ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തത്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചൊരു നെർവസ്നെസ് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സിദ്ധാർത്ഥ് ഇപ്പോഴും നന്ദനയെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യാൻ അവൾ എന്നെ വിട്ട് പോയിട്ടില്ലല്ലോ. എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. യുനോ, ചിലർ അങ്ങനെയൊന്നും നമ്മളെ വിട്ട് പോവില്ല. അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. ചിലപ്പോൾ ഒരു ശബ്ദമായിട്ട്, കാറ്റായിട്ട്, അല്ലെങ്കിൽ കണ്ണുകളായിട്ട്. And I believe she is always with me in the form of your eyes. ഒരു മിനിറ്റ്. ഹലോ നീതു. ഇല്ല, നീ എവിടെയാ? ഞാനിവിടെ അപ്പാർട്ട്മെന്റിൽ വന്നപ്പോ നിന്നെ കാണാനില്ല. നീതു, ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. നിനക്ക് എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? എടി, ഞാനത് മറന്നുപോയി. ഞാനിപ്പോ 1 മണിക്കൂറിനുള്ളിൽ എത്തും. ആ ഓക്കെ, പെട്ടെന്ന് വരാൻ നോക്ക്. ശരി. എന്തിനാ നീതുവിനോട് കള്ളം പറഞ്ഞത്? അത് അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടം. എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള കൺസേൺ ആണ്. ഓ, ദാറ്റ്സ് ഓക്കെ. അല്ലെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്താ. ഞാനങ്ങനെ ഫോളോ ചെയ്യാൻ പാടില്ലായിരുന്നു. നല്ലൊരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നീതു തൻ്റെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആവുന്നതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല. നാളെ ഈവനിങ് എന്റെയും നീതുവിന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടി ഉണ്ട്. സിധു വരുന്നുണ്ടോ? അതിന് നിങ്ങളുടെ ആ ഫ്രണ്ടിനെ എനിക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ? അത് സാരമില്ല. അവിടെ അറിയാന്നുള്ളതും അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എങ്കിലും എന്നാ സിധു ഒറ്റയ്ക്ക് വരണ്ട, വിപിനെയും കൂടെ കൂട്ടിക്കോ. പക്ഷെ നീതുവിന് ഞാൻ വരുന്ന ഇഷ്ടാവോ? ഏയ് പ്രശ്നമൊന്നുമില്ല. ഞാൻ അവളോട് ഇന്നലെ സംസാരിച്ചു. അവൾക്ക് ഓക്കെയാ. എന്നാ ഓക്കെ, ഞാൻ വരാം. അല്ല, അവനെ കൊണ്ടുവരാം. ആ, നിങ്ങളായിരുന്നോ? അകത്തേക്ക് വാ. ഇലാറ എവിടെ? അവള് റെഡി ആയിക്കൊണ്ടിരിക്ക, ഇപ്പൊ വരും. ഇല, ദേ അവരെത്തി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. അത്രേ ഉള്ളൂ? പിന്നെന്താ പറയണ്ടേ? ഒന്നുമില്ല. അല്ല, ഈ കണ്ണിൽ എന്താ ഇത്? ഇതോ? ഇത് ഐഷാഡോ. എപ്പോഴും ഇടില്ല, ഇങ്ങനെ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോ ഇടും. അതല്ല, നന്ദു ഇതൊന്നും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അവള് കണ്ണിലൊരു കരി പോലും വരയ്ക്കാറില്ല. അത് നന്ദു അല്ലേ, അവൾക്കത് ഇഷ്ടമില്ലാത്തോണ്ടാവാം.
പക്ഷെ എനിക്കിത് ഒരുപാട് ഇഷ്ടം. എന്റെ പൊന്നിലാറ, ഇങ്ങനെ വെറുതെ നിക്കാണ്ട് ആ പൂളിലേക്കൊന്ന് ഇറങ്ങ്. ഇല്ല ഇല്ല, എനിക്ക് നീന്തൽ അറിയില്ല. ഹേയ്, അത് ചുമ്മാ. സത്യമായിട്ടും. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേന്ന കാര്യം. നന്ദു, നന്ദു, അയ്യോ ഓക്കെ. ഞാനെന്താ പേടിച്ചു പോയെന്നറിയോ? നിനക്ക് നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടും അവൻ എന്തിനാ നിന്നെ തള്ളിയിട്ടേ? ഇലാറ, ഐ ആം റിയലി സോറി. ഞാനൊരു തമാശക്ക് ചെയ്തതാ. നീ നീന്തൽ അറിയില്ല എന്ന് പറഞ്ഞപ്പോ കള്ളം പറയാന്നാ ഞാൻ വിചാരിച്ചേ. തമാശക്കോ? ഇതാണോ നിന്റെ തമാശ? അവൾക്ക് നീന്തൽ അറിയില്ല എന്ന് അവൾ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ എന്റെ നന്ദുവിനെ തള്ളിയിട്ടത്? നന്ദു, സിദ്ധാർത്ഥ്, just stop it. ഇനി ഇവിടെ നിൽക്കണ്ട, നീ വന്നേ, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. വരുന്നില്ലാന്നോ? നിന്റെ കോലം നോക്കി നീ ആകെ നനഞ്ഞിരിക്കുക. നമുക്ക് നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാം. വാ സിദ്ധാർത്ഥ്, പ്ലീസ് എന്നൊന്ന് ഒറ്റയ്ക്ക് വിട്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സിദ്ധാർത്ഥ്, മതി, വാ. എടാ നന്ദു, നീതു ഉണ്ടല്ലോ, അവളെ നോക്കിക്കോളും, നീ വാ. ഇല്ല, ഐ ഓക്കെ. നീ പറഞ്ഞതാ ശരി. അവനെന്നെ ഇലാറായിട്ടല്ല, സ്റ്റിൽ നന്ദുവായിട്ടാ കാണുന്നത്. അവന്റെ കണ്ണിൽ ഞാൻ കണ്ടത് ഡെസ്പിറേഷൻ, ഭയം. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. ജസ്റ്റ് ഫോർ ഹർ. എന്റെ ഭാഗത്താ തെറ്റ്. ഞാൻ കരുതി എന്നെങ്കിലും അവൻ നന്ദുവിനെ മറന്നു എന്നെ സ്നേഹിക്കുമെന്ന്. എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. അത് നന്ദുവിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. പക്ഷെ ഇറ്റ്സ് ഹേർട്ടിങ്. ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചു പോയി, ഒരുപാട്. എന്ന് അവന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാനില്ല. അവിടെ ഇപ്പോഴും നന്ദു മാത്രമേ ഉള്ളൂ. ഞാൻ അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യൂ. ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ഞാനാ തെറ്റുകാരി. നീ എന്നോട് പറഞ്ഞപ്പോ പോലും ഞാനത് കേട്ടില്ല. എന്റെ ലൈഫിൽ നീയും വല്യച്ഛനും അല്ലാതെ എനിക്ക് വേറെ ആരിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ ഒരാൾ വന്നപ്പോ എന്റെ മനസ്സൊന്ന് കൈവിട്ടു പോയി. പക്ഷെ ആ സ്നേഹം എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. നീതു, why do I still love him? Why can't I just let him go? നീ നോക്ക്, നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. നീ അങ്ങോട്ടല്ല, അവൻ നിന്നെ തേടി ഇങ്ങോട്ടാ വന്നത്. അതിനിടയിൽ എപ്പോഴും നിനക്ക് അവനോട് ഫീലിങ്സ് തോന്നിപ്പോയി. അത് നിന്റെ തെറ്റല്ല. അങ്ങനെ തോന്നാൻ കാരണം തന്നെ അവന്. എന്തായാലും ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എനിക്കത് മതി. എടാ, നീ എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അവിടെ നന്ദു ഒറ്റയ്ക്ക്. സിദ്ധു, ഒന്ന് നിർത്ത്. ഫോർ ഗോഡ് സേക്ക്, അത് നന്ദു അല്ല, ഇലാറയാണ്. നന്ദു ഇസ് ഗോൺ സിദ്ധാർത്ഥ്. ഷീ ഈസ് നോട്ട് എനിമോർ. അതാദ്യം നീ മനസ്സിലാക്ക്. ഇലാറ ഒരിക്കലും നന്ദു ആവില്ല, അത് നീ എത്രയൊക്കെ ശ്രമിച്ചാലും. എടാ, അത് ഞാൻ പെട്ടെന്ന്. സിദ്ധാർത്ഥ്, എനിക്കറിയാം നീ നന്ദുവിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. അവളെ നീ ഇപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. എങ്കിലും ഒരിക്കലും നീ ഇലാറയിൽ നന്ദുവിനെ കാണാൻ ശ്രമിക്കരുത്. ഇലാറയ്ക്ക് ഒരിക്കലും നന്ദു ആവാൻ കഴിയില്ല. അവളും ആഗ്രഹങ്ങളും ഫീലിങ്സും ഉള്ളൊരു മനുഷ്യനാണ്. ഇത്രയും നാളായപ്പോ ഞാൻ കരുതി നീ നന്ദുവിനെ മറന്നു കാണുമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു. നന്ദുവിന്റെ കാര്യം ഞാൻ ഇലാറയോട് പറഞ്ഞ ശേഷം ഇത്രയും ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ദിവസം അവൾ നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടോ? എന്നിട്ടും ഇന്ന് അവളത് ചെയ്തിട്ടുണ്ടെങ്കിലും അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും നീ ചിന്തിക്കുക. എടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എനിക്കിപ്പോ അവളെ കാണണം. എന്റെ പൊന്ന് സിദ്ധു, ഒന്നാമത് നീ കാരണം അവൾ നല്ല വിഷമിച്ചിട്ടിരിക്കുക. ഇനി വീണ്ടും നീ അങ്ങോട്ടേക്ക് ചെന്നാൽ അത് വലിയ പ്രശ്നമാവും. എന്തായാലും നീ ഇപ്പൊ പോണ്ട. ആദ്യം ഇതൊക്കെ ഒന്ന് തണുക്കട്ടെ. എന്തായി?
എന്താവൻ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജസിന് റിപ്ലൈ ഇല്ല. ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ള സെയിം സ്പോട്ടിൽ പോയി നോക്കി, അവിടെയും വരുന്നില്ല. അപ്പാർട്ട്മെന്റിൽ പോയി നോക്കുമ്പോൾ അവിടെ ആരും വാതിൽ പോലും തുറക്കുന്നില്ല, ഫുൾ സൈലൻസ്. പക്ഷെ എനിക്കറിയാം മനഃപൂർവ്വം തുറക്കാത്തതാ. ഐ തിങ്ക് ഷീസ് ഇഗ്നോറിങ് മീ. ഇനി ഞാൻ എന്താടാ ചെയ്യാ? എനിക്കൊരു പിടുത്തുമില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. എനിക്കാണെങ്കിൽ അവളെ കാണേണ്ട ഒരു സമാധാനമില്ല. ഞാനെന്ത് പറയാനാ? യു ഷുഡ് ട്രൈ ഹാർഡർ. കാരണം തെറ്റ് നിന്റെ ഭാഗത്താ. എന്താ? ഇലാറ, അവളിവിടെ ഇല്ല. നീതു, എനിക്കറിയാം അവളിവിടെ ഉണ്ടെന്ന്. എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. സിദ്ധാർത്ഥ് പ്ലീസ്, നീ ഇനി അവളെ കാണാൻ ശ്രമിക്കരുത്. നീ കാരണം ഓൾറെഡി അവള് ഡൗൺ ആയിട്ടിരിക്കുക. ഞാൻ എങ്ങനെയെങ്കിലും അവളെ നോക്കി ആക്കിക്കൊണ്ട് വരുക. അതിനിടയിൽ നീ വീണ്ടും അവളെ കണ്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അന്ന് നടന്നത് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്കറിയാം. അതിനൊന്ന് സോറി കൂടെ പറയാനാ ഞാൻ വന്നേ. ഒരു സോറി പറഞ്ഞാലൊന്നും അവളുടെ മനസ്സിലേറ്റ മുറിവൊന്നും മായാൻ പോകുന്നില്ല. അതത്രയ്ക്കും ആഴത്തിലാ പതിഞ്ഞ്. നിനക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലല്ലേ? എനിക്ക് തോന്നി. എന്നെ പൊന്നു സിദ്ധാർത്ഥ്, ഇത്രയും നാൾ നീ അവളുടെ കൂടെ നടന്നിട്ടും നിനക്ക് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നീതു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതോ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതോ? നീ അവളെ നന്ദുവായിട്ട് കണ്ട് സ്നേഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ ഏറ്റുവാങ്ങിയത് നിന്റെ നന്ദു അല്ല, ഇലാറയാണ്. അതിലൂടെ നീ വളർത്തിയെടുത്തത് അവളുടെ ഫീലിങ്സ് ആണ്. ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഷീ ഈസ് മാഡ്ലി ഇൻ ലവ് വിത്ത് യു, ഇഡിയറ്റ്. നീ എന്താ പറഞ്ഞേ? ഇലാറയ്ക്ക് എന്നോട്? അതെ, അവൾക്ക് നിന്നോട് ഭ്രാന്തമായ പ്രണയമാണ്. പലതവണ ഞാൻ അവളെ വിലക്കിയതാ. അവൾ അതൊന്നും കേട്ടില്ല. എന്നിട്ടിപ്പോ ഞാൻ എന്താണോ ഭയന്നത് അതേ എന്നെ സംഭവിച്ചു. അവൻ നിന്നെ നന്ദുവായിട്ടാണ് കാണുന്നതെന്നും ഒരിക്കലും ഇലാറായിട്ട് കാണില്ല എന്ന് ഞാൻ അവളോട് പലതവണ പറഞ്ഞതാ. ഒന്നും അവളുടെ തലയിൽ കയറിയില്ല. എങ്ങനെ കയറാനാ? അവളുടെ മനസ്സ് മുഴുവൻ നീയല്ലേ. ആൻഡ് യു നോ വാട്ട്, അവൾക്ക് നിന്നോടുള്ള ഫീലിങ്സ് അവൾ കൺഫ്യൂസ് ചെയ്യാൻ വരെ പ്ലാൻ ചെയ്യുമായിരുന്നു. അതെങ്ങനെ വേണം, എവിടെ വെച്ച് വേണം, എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണം, എല്ലാം. പക്ഷെ അതെല്ലാം അന്നൊരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായി. അന്നാ രാത്രി നീ അവളുടെ മുഖത്ത് നോക്കി പലതവണ നന്ദു നന്ദു എന്ന് വിളിച്ചപ്പോഴും അവളുടെ ആ കണ്ണിലെ പെയിൻ നീ ശ്രദ്ധിച്ചില്ല. ആ അപകടത്തിൽ നിന്ന് നീ അവളെ രക്ഷിച്ചപ്പോഴും നീ നന്ദുവിനെ പറ്റി മാത്രമേ ചിന്തിച്ചോളൂ, ഇലാറെ പറ്റിയല്ല. പക്ഷെ അന്ന് അവൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി നിനക്ക് ഒരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ലാന്ന്, ഇലാറായിട്ട് കാണാൻ കഴിയില്ലാന്ന്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാ? നിന്റെ ലോകത്ത് ഇപ്പോഴും നന്ദു മാത്രമല്ലേ ഉള്ളൂ. അവിടെ മറ്റുള്ളവരുടെ ഫീലിങ്സിനൊന്നും യാതൊരു വിലയും ഇല്ലല്ലോ. യു ആർ എ സെൽഫിഷ് മാൻ സിദ്ധാർത്ഥ്. നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ ഇലാറയെ യൂസ് ചെയ്യുമായിരുന്നു. എനിക്കിതൊന്നും നിന്നോട് പറയാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡെയിലി നീ ഇങ്ങനെ അവളെ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വേറെ വഴിയില്ല. എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നീ ഇനിയെങ്കിലും അവളെ വെറുതെ വിടണം. നീ ഇനി അവളെ കാണാൻ ശ്രമിക്കരുത്, പ്ലീസ്. നീതു, അങ്ങനെ പറയരുത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അവളെ കണ്ടോട്ടെ. ഞാൻ ഒരിക്കലും അവളെ നന്ദുവായിട്ട് ഇനി കാണാൻ ശ്രമിക്കില്ല. പ്ലീസ്, ഒന്ന് ഞാൻ ഇലാറയെ കണ്ടോട്ടെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സിദ്ധാർത്ഥിന് പോവാം. പതിയെ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. ഇല, വൈ ആർ യു അവോയ്ഡിങ് മീ? നിനക്കറിയാം ഒരു ദിവസം പോലും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? അത് ഞാൻ ആൻസർ മീ ഇലാറ, വൈ ആർ യു ഡൂയിങ് ദിസ്?
സ്വപ്നമായിരുന്നോ? ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമെവിടെ, ഓരോ വിജനവനിയും നിറയെ കനികൾ ചൂടും. ഇനി നീട്ടുമോ കരങ്ങളെ വിരഹാശ്രുമായ്ക്കുവാൻ, പ്രഭാതമോ ത്രിസന്ധ്യതൻ സഖി, കലരുമവയിനി ഒരു മെഴുതിരിയുടെ നെറുകയിലെറിയാൻ. പ്രണയമേ അരികിൽ വന്നു നീ. ഹിലാറ, നീ എന്താ എന്നെ കാണാൻ കൂട്ടാക്കാത്ത? ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. അതിനൊന്ന് സോറി പറയാനെങ്കിലും എന്നെ ഒന്ന് അനുവദിച്ചൂടെ? സിദ്ധു, നിനക്കിനിയും നിന്നെ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്താറായില്ലേ? പക്ഷെ ഞാനിത് ഡിസർവ് ചെയ്യുന്നുണ്ട് നന്ദു. ഞാൻ ഇലാറയോട് ചെയ്തത് വലിയ തെറ്റാ. അവൾക്ക് എന്നോട് എനിക്കറിയാം, അവൾക്ക് നിന്നോട് പ്രണയമാണ്, ഒരുപാട്. നിനക്കെങ്ങനെ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുന്നു. അപ്പോൾ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതൊക്കെ ഞാൻ അറിയാതിരിക്കും? അപ്പോൾ ഞാൻ അവളോട് ചെയ്തതും നിനക്കറിയായിരിക്കും അല്ലേ? അറിയാം. നീ ഇത് പറഞ്ഞത് ശരിയാ. ഞാനൊരു സെൽഫിഷ് ആയിട്ടുള്ള ആളാ. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇലാറയെ യൂസ് ചെയ്യുമായിരുന്നു. ആണോ? അതെ. പക്ഷേ എനിക്കിങ്ങനെ തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞ ഹാ, അതുകൊണ്ട് എനിക്ക് പറയേണ്ടതല്ല. നീ എല്ലാ ദിവസവും മുടങ്ങാതെ കിട്ടുന്ന സമയത്തൊക്കെ ഇല്ലാതെ കാണാൻ പോകുമായിരുന്നില്ലേ? അതെന്തിനായിരുന്നു? ഞാൻ അവളുടെ കണ്ണ്. ഓ, അപ്പൊ അവളുടെ കണ്ണ് അല്ല, എൻ്റെ കണ്ണ്, അതായിരുന്നു കാരണം അല്ലേ? അപ്പോ അതിനകത്ത് നീ എന്നെയാ മിസ് ചെയ്തേ. നീ കാണാൻ ആഗ്രഹിച്ചത് എന്നെയാ. സിദ്ധു, ദേ, നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നീ ഇനി എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എന്നെ കാണാനല്ലേ ആഗ്രഹിച്ചത്. ഇനി നീ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞാൻ നിന്റെ മുന്നിൽ വരുന്നത് കൊണ്ട് നീ ഇനി ഇലാറെ കാണേണ്ട ആവശ്യമില്ല. എന്താ സിദ്ധു, നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? സന്തോഷമായില്ലേ? നിനക്കിതായിരുന്നില്ല വേണ്ടിയിരുന്നേ? നന്ദു, ഞാൻ എന്താ സിദ്ധു, പറയേ. ഇലാറ, എനിക്കവളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ? എന്റെ പൊന്നു സിദ്ധു, എനിക്ക് നിന്നെ അറിയില്ലേ? ഇലാറയോട് നീ അങ്ങനെ ചെയ്തതിനുള്ള ഗിൽറ്റി ഫീൽ മാത്രമല്ല നിന്റെ പ്രശ്നം. അവൾക്ക് നിന്നോടുള്ളതുപോലെ നിനക്കും അവളോട് ഫീലിങ്സ് ഉണ്ട്. അത് നീ സമ്മതിച്ചാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. എനിക്കറിയില്ല നന്ദു. എനിക്ക് അവളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അവളെ ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയുണ്ട്. അവളെ കണ്ട് ഒരു സോറി പറഞ്ഞ് അവളൊന്ന് ഇറുക്കി കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. നെഞ്ചോട് ചേർക്കണമെന്നുണ്ട്. ഒരു ഉമ്മ കൊടുക്കണമെന്ന്. എന്തിനാ നിർത്തി? ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ സിദ്ധു, നിനക്ക് അവളോട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഇപ്പൊ നീ അറിയാതെ തന്നെ നിന്റെ വായിൽ നിന്ന് വന്നില്ലേ അതിനുള്ള ഉത്തരം? അതുകൊണ്ട് ഇനിയും നീ മനസ്സിലാവാത്ത പോലെ നടിക്കരുത്. വേഗം നീ അവളോട് നിന്റെ ഇഷ്ടം പറയാൻ നോക്കാം. ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. സോ ഇനി വെയിറ്റ് ചെയ്യരുത്. ശരി. പിന്നെ എൻ്റെ കാര്യം, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് കരുതി ഇനി എപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചിരിക്കരുത്. ഞാനൊന്ന് സ്വർഗത്തിൽ വിലസെറ്റണിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്മരിച്ചിങ്ങോട്ടേക്ക് വരുത്തുള്ളൂ. മനസ്സിലായോ? നിന്നെ എനിക്ക് മറക്കാൻ പറ്റൂ നന്ദു. നീ എൻ്റെ ജീവനല്ലായിരുന്നോ? പക്ഷേ നീ ലോകത്തില്ലാന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. എങ്കിലും ഇന്ന് നീ എൻ്റെ ഈ ഹൃദയത്തിൽ തന്നെ കാണും. ആഹാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എങ്ങോട്ടാ പോണേ? ഞാനിന്ന് എന്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയാൻ പോവാ. മനസ്സിലുള്ളതെന്ന് പറഞ്ഞ ഇപ്പൊ സമയമില്ല, ഞാൻ വന്നിട്ട് പറയാം. ഭാഗ്യം, ഡോർ തുറന്നടക്കാം. എങ്ങനെയും നീതു അറിയാണ്ട് ഇലാറയുടെ റൂമിലെത്തണം. എന്റെ പൊന്നു നീതു, ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അയ്യോ,
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ മര്യാദയ്ക്ക് ചെക്കന്റെ ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഓക്കെ ആണോ അല്ലേന്ന് പറ. വല്യച്ഛൻ കണ്ടെത്തിയ ചെക്കനല്ലേ, അതൊരിക്കലും മോശാവില്ല. അതുകൊണ്ട് കണ്ണും പൂട്ടി ഞാൻ പറയും, എനിക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടു. ഉറപ്പാണേ? നിനക്കിതിൽ വേറെ എതിരൊന്നുമില്ലല്ലോ? ഇനി പിന്നീട് നീ ചെക്കനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത്. അയ്യോ ഇല്ല, 100% ഉറപ്പ്. മതിയോ? മതി. സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, ഈ വാതിലൊന്ന് തുറക്ക്. നീ ഇന്നലെ തൊട്ട് ഈ റൂമിനകത്ത് കഥകടിച്ചിരിക്കുവാണല്ലോ, എന്താ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? നീ ഇന്നലെ ഇലാറെ കാണാൻ നല്ല സന്തോഷത്തോടു കൂടിയല്ലേ ഇവിടുന്ന് പോയത്? അവിടുന്ന് വന്നപ്പോ മുതൽ നീ കഥകടിച്ച് റൂമിനകത്ത് ഇരിക്കാൻ തുടങ്ങിയതല്ലേ? ഫുഡ് കഴിക്കാൻ പോലും പുറത്തേക്ക് വന്നില്ല. എന്താ നിന്റെ പ്രശ്നം? ഇലാറയുടെ കല്യാണം, അതും ഇത്ര പെട്ടെന്ന്? നീ അത് തന്നെയാണ് കേട്ടതെന്ന് നിനക്ക് ഉറപ്പാണോ? അതെ, അവളുടെ വല്യച്ഛൻ ഏതോ ഒരു പയ്യനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചതും ആ ചെക്കനെ അവൾക്ക് ഇഷ്ടമായെന്ന് അവൾ പറയുന്നതും എല്ലാം ഞാൻ കേട്ടതാ. എന്തായാലും നീ അവളോട് ഫീലിങ്സ് തുറന്നു പറയാനെടുത്ത തീരുമാനം അത് കുറച്ച് വൈകിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. യു ഷുഡ് മൂവ് ഓൺ. നിന്റെ ഉള്ളിലെ പ്രണയം അതിനെ അവളെ അറിയിക്കണ്ട. ഇല്ല, ഞാൻ അറിയിക്കില്ല. ഞാൻ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും ഒരു കാര്യമില്ല. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു തവണ കൂടി അവളെ കാണണം, ഒന്ന് സംസാരിക്കണം, യാത്ര ചോദിക്കണം. ഇനി ഒരിക്കലും എനിക്ക് അവളെ കാണാൻ കഴിയില്ലല്ലോ. സിദ്ധാർത്ഥ്, തന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നീതു, ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ വന്നതല്ല. എനിക്ക് ഇലാറെ ഒന്ന് കാണണം. അവളോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ആരാ നീതു അത്? ഇല, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഐ ആം സോറി. ഇല പ്ലീസ്, ഞാനിന്ന് വൈകിട്ട് നാട്ടിലേക്ക് പോവാം. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല, ഒന്ന് യാത്ര ചോദിക്കാൻ വന്നതാ. ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവാം. ഇന്ന് വൈകിട്ടാ ഫ്ലൈറ്റ്. അവസാനമായി ഒന്ന് കാണണമെന്ന് തോന്നി, സംസാരിക്കണമെന്നും. എന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചേ? ഞാനിവിടെ വന്നത് തന്നെ എന്റെ നന്ദുവിന്റെ കണ്ണുകൾ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട്. അതിന് സാധിച്ചത് തന്നെ നീ കാരണം. എന്നാ നിനക്ക് ഞാൻ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തി. ആൻഡ് ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ്. ഒന്നും മനഃപൂർവ്വമല്ല. ഇനിയും ഞാനിവിടെ കൂടുതൽ നാൾ നിന്ന് ഇതേ പ്രശ്നം വീണ്ടും ആവർത്തിക്കാൻ വയ്യ. Ilara, I'm really sorry for everything. Please take care of yourself. And goodbye. Goodbye forever.
നീ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. ഇനിയെങ്കിലും ഈ റൂം വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങടാ. കുറച്ച് ശുദ്ധവായുവൊക്കെ ഒന്ന് ശ്വസിക്കേ. ആക്ച്വലി എന്താണ് നിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അത് നിന്റെ ഫേസ് കാണുമ്പോഴേ അറിയാലോ. നീ ഇപ്പോഴും അവളെ പറ്റി ചിന്തിച്ചിരിക്കുവാണോ? ആരെ പറ്റി? നന്ദുവോ? അല്ല, ഇലാറ. ഉണ്ട്, ഒരുപാട്. 2 ആഴ്ച കഴിഞ്ഞു, എന്നിട്ടും സ്റ്റിൽ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് യെസ്റ്റർഡേ. അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാം ശരിയാകും, എല്ലാം മറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. പകരം കൂടുതൽ എനിക്ക് അവളുടെ ഓർമ്മകൾ മാത്രമേ വരുന്നുള്ളൂ. മേ ബി അവൾ എന്നെ മറന്നിട്ടുണ്ടാവാം, ഓർ മേ ബി അവൾ എന്നെ സ്റ്റിൽ വെറുക്കുന്നുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും എനിക്ക് അവളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല. കാരണം ഞാൻ അവളെ കരയിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അതൊന്നും മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടിയല്ല അവള്. എനിക്കറിയില്ലടാ, പക്ഷെ എനിക്ക് അവളെ മറക്കാനും പറ്റുന്നില്ല. അവൾ എവിടെയാണെങ്കിലും എന്ന് സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അവള് സന്തോഷത്തോടെ തന്നെ ഇരിക്കും. നീ ഇപ്പൊ അതൊക്കെ വിട്ടെ. ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാനാ ഇങ്ങോട്ട് വന്നേ. നാളെ രാവിലെ നീ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വരണം. അമ്പലത്തിലോ? നിനക്കറിയാലോ ഞാൻ അങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല എന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വന്നേ പറ്റത്തുള്ളൂ. നിനക്ക് ആകെ മൊത്തത്തിൽ ഒരു റീഫ്രഷ് ആവശ്യമുണ്ട്. അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് തുടങ്ങുന്നു. എടാ ഞാൻ ശരി. അപ്പൊ ഞാൻ നാളെ രാവിലെ വരും. കുളിച്ച് റെഡി ആയിട്ട് നിൽക്കാം. പറ്റുമെങ്കിൽ ഒരു മുണ്ട് എന്നെ എടുത്ത് കൊടുത്തോളണം. ഇന്നെങ്കിലും നിന്നെ ഒന്ന് ഉഷാറായിട്ട് കാണാൻ പറ്റിയല്ലോ, സന്തോഷം. നിന്നെ ഇന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. എന്താ? അതൊക്കെ എന്റെ സർപ്രൈസാ. നീ ഇവിടെ നിൽക്ക്, ഇപ്പൊ വരും. കളഹംസങ്ങൾ ഇണകളെ അറിയും കാവ്യോത്സവമല്ലേ ഈ കരതരങ്ങളിൽ വീണുറങ്ങും ഒരു കനകശില്പമല്ലേ. ഒരു പുലരി വന്നു കണി വെക്കുമോളം ഒരു മധുര നിദ്രയല്ലേ. അധരം കൊണ്ടിന്നു തേനൂട്ട്, ഹൃദയം കൊണ്ടിന്നു താരാട്ട്. മണിദീപങ്ങൾക്കുമിഴി നൽകി മറയുന്നു താരകൾ. ഹില, നീ എപ്പോഴാ നാട്ടിലേക്ക് വന്നേ? ഞാൻ ഇന്നലെ രാവിലെ എത്തി. പെട്ടെന്ന് എന്താ? ഇന്ന് പെണ്ണ് കാണാനായിട്ട് ഒരു ചെറുക്ക വരും. അപ്പൊ പെണ്ണ് ഇവിടെ വേണമല്ലോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക്. ഞാൻ പോയി ഒന്ന് പ്രസാദം കിട്ടുമോ നോക്കട്ടെ. സിദ്ധു വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. സിദ്ധു വരുന്നുണ്ടോ എന്റെ വീട്ടിലേക്ക്? ചെക്കന്റെ വീട്ടുകാരിപ്പോ എത്തും. ഞാൻ വരുന്നില്ലടോ. ഓ ആണോ? സിദ്ധു വന്നിരുന്നെങ്കിൽ നീതുവിനൊരു സർപ്രൈസ് ആയനെ. നീതു നാട്ടിലേക്ക് വന്നോ? പിന്നല്ലാണ്ട്. ചെക്കൻ പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണ് ഇവിടെ വേണ്ടേ? എന്താ? എന്റെ പൊന്ന് സിദ്ധു, ചെക്കൻ വരുമ്പോ ചായ കൊടുക്കേണ്ടത് പെണ്ണല്ലേ, അല്ലാണ്ട് പെണ്ണിന്റെ സഹോദരിയായ ഞാനല്ലല്ലോ. അപ്പൊ ഈ പെണ്ണ് കാണലും കല്യാണവും ഒക്കെ അത് നീതുവിന്റെ ആയിരുന്നോ? അതെ. എന്തു പറ്റി? സിദ്ധു എന്റെ പെണ്ണ് കാണലാണെന്ന് തെറ്റിദ്ധരിച്ചോ? ആർക്കോ എന്നോടുള്ള ഫീലിങ്സ് മനസ്സിലായെന്നോ, അത് തുറന്നു പറയാനായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നെന്നോ, അപ്പോൾ എന്തോ കെട്ടി തെറ്റിദ്ധരിച്ച് അപ്പൊ തന്നെ നാട്ടിലേക്ക് സ്കൂട്ടായെന്നും ഞാൻ കുറച്ച് വൈകി അറിഞ്ഞ്. ആ ആളിന് ഇപ്പൊ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കാണോന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ സിദ്ധു, മാറിയില്ലേ? സോറി ഇല്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ നീ മറ്റൊരാളുടെ ഇതാവാൻ പോവാന്നറിഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതാ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നത്. നാട്ടിലേക്ക് വന്നാ നിന്നെ മറക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. എന്നാ അതിന് പോലും എനിക്ക് സാധിക്കുന്നില്ല. എന്റെ ഊണിലും ഉറക്കത്തിലും മുഴുവൻ നീയാ. സാരില്ല, അന്ന് പറയാതെ പോയ ഫീലിങ്സ് ഇപ്പൊ പറഞ്ഞാലും മതി. ഇനി ഞാൻ എന്ത് പറയാനാ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എനിക്ക് നിന്നെ വേണം. പ്ലീസ് ബി വിത്ത് മീ. ഇനി എന്നെ വിഷമിപ്പിക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനി ഈ കണ്ണ് നനയാതെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ എങ്ങനെ? എപ്പോഴും പോയി താല കിട്ടിയാലോ? എന്തായാലും അമ്പലത്തിലല്ലേ. അതൊന്നും പറ്റില്ല. ആദ്യം വന്ന് വല്യച്ഛന്റെ സമ്മതം വാങ്ങും. വല്യച്ഛൻ സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കത്തുള്ളൂ. നിന്റെ വല്യച്ഛ സമ്മതിച്ചില്ലേ നിന്നെ തൂക്കി എടുത്തോണ്ട് പോവാനൊക്കെ എനിക്കറിയാം. നിന്നെ എന്തായാലും ഒരുത്തിന് വിട്ടുകൊടുക്കാനുള്ള പ്ലാൻ എനിക്കില്ല.
അങ്ങനെ തൂക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ലേശം വെയിറ്റ് കൂടിയിട്ടുണ്ട്. എന്നാ പിന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം.